കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇന്ധനച്ചോർച്ച. ഇന്ധന സാങ്കേതിക പ്രശ്നമാണ് ചോർച്ചയ്ക്ക് കാരണം. ഇന്ധനം സമീപത്തെ ഓവുചാലിലൂടെ ഒഴുകുന്നു. വൈകിട്ട് 4 മണി മുതൽ ലീക്കേജ് ഉണ്ടെന്ന് നാട്ടുകാർ. അതേസമയം ടാങ്ക് ലെവർ റീഡിംഗ് മെയിൻ്റെനൻസ് നടക്കുകയായിരുന്ന സമയം ഡീസൽ ചോർന്നപ്പോൾ അലാറം അടിക്കാത്തതാണ് കാരണമായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം എലത്തൂർ ഡിപ്പോ മാനേജർ ബിനിൽ പറയുന്നത്. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ ഇത്തരത്തിൽ ഇന്ധന ലീക്കേജ് ഉണ്ടായ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ കോമ്പൗണ്ട് അകത്ത് നിന്ന് ഓവർഫ്ലോ ആയി വന്നിട്ടുള്ള ഡീസൽ പുറത്തേക്ക് വന്നത് മുഴുവൻ ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ സൈഡിൽ കൂടിയുള്ള, അതായത് ഈ ഇന്ധന ടാങ്കറിന്റെ പുറത്തിൽ സൈഡിൽ കൂടിയുള്ള ഫുട്പാത്തുകളിൽ കൂടിയാണ് ഇതിന്റെ ഇന്ധന ചോർച്ച ഉണ്ടായി ഒഴുകി പുറത്തേക്ക് വരുന്നുള്ളത്. അതിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഡീസലുകൾ എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ അത് ശേഖരിച്ചു മാറ്റാനുള്ള പ്രവൃത്തി കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ആ രീതിയിൽ 10-ലധികം ടാങ്കറുകളിലായി ബാരലുകളിലായിട്ട് ഡീസൽ മാറ്റിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ഡീസൽ കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് നേരത്തെ ബിനിൽ, ഈ മാനേജറായിട്ടുള്ള ബിനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് 4 മണിക്ക് തന്നെ ഇത്തരത്തിലുള്ള ചോർച്ച ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഈ 6 മാസത്തിനിടയിൽ 2ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് ലീക്കേജ് ഉണ്ടാവുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നതായി പറയുന്നുണ്ട്. ഈ വിഷയം മുൻനിർത്തി ബിനിലുമായി നാട്ടുകാർ ചർച്ച നടത്തുകയും മാനേജറായിട്ടുള്ള ബിനിലുമായി നാട്ടുകാർ ചർച്ച നടത്തുകയും ശേഷം ബിനിൽ തന്നെ നേരിട്ട് നാട്ടുകാരോട് വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തകരാറിനെ കുറിച്ചും ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിനെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ രീതിയിൽ ഓവർഫ്ലോ ഇത്തരത്തിൽ ഈ കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഡീസലോ അല്ലെങ്കിൽ മറ്റേത് ഇന്ധനമായാലും പുറത്തു വരാതിരിക്കാനുള്ള നടപടികൾ BPCLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഒരു കാര്യമാണ് മാനേജറായിട്ടുള്ള ബിനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഓവർഫ്ലോ ഈ ടാങ്കറിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് അതിന്റെ ലെവൽ റീഡ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിന്റെ മെയിൻ്റെനൻസ് നടക്കുകയായിരുന്നു. അത് കൃത്യമായ അളവിലേക്ക് എത്തുന്ന സമയത്ത് അലാറം മുഴങ്ങും. ഇത്തവണ അലാറം മുഴങ്ങിയില്ല. അതിനാലാണ് ഇത്തരത്തിൽ ഓവർഫ്ലോ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഈ രീതിയിൽ സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന കാര്യമാണ് മാനേജറുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.